എറണാകുളം മേജർ ആർച്ച് ബിഷപ്സ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്നതും മാർ ലൂയിസ് ആർട്സ് ആൻഡ് ബുക്ക് സെൻറ്ററിൻ്റെ പുറകിലായിട്ട് ഉള്ള ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്നതുമായ വളരെ പ്രസിദ്ധമായ ഒരു മ്യൂസിയമാണ് കാത്തലിക് ആർട്ട് മ്യൂസിയം. വിദേശീയരും സ്വദേശീയരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അപൂർവങ്ങളായ വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഭിമന്യ മാർ ജോസഫ് പാറേക്കാട്ടിൽ മെത്രാപ്പൊലീത്തായുടെ കാലഘട്ടം മുതൽ അതിരൂപത കേന്ദ്രത്തോട് ചേർന്ന് ഒരു മ്യൂസിയം ഉണ്ടാക്കണം എന്ന ചിന്തയും ചർച്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പല വസ്തുക്കളും പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ കിട്ടിയ അപൂർവങ്ങളായ പല വസ്തുക്കളും അതിരൂപതയുടെ ആസ്ഥാനത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു മ്യൂസിയമായിട്ട് കൺവെർട്ട് ചെയ്യുന്നതിനുള്ള ആ നടപടികളൊന്നും ഉണ്ടായില്ല. കൃത്യമായ അറേഞ്ച് ചെയ്ത ഒരു മ്യൂസിയത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് തന്നെ പല വസ്തുക്കളും കിട്ടേണ്ടിയിരുന്നത് പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാർ വർക്കി വിധേയത്തിൽ മെത്രാപ്പൊലീത്ത ഇവിടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹായമെത്രാനായിരുന്ന മാർ തോമസ് ചക്കേത്ത് മെത്രാൻ ഈ അതിരൂപതയുടെ ആസ്ഥാനത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടാക്കണം എന്ന ചിന്തയും ചർച്ചയും തീരുമാനവുമെല്ലാം ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ മ്യൂസിയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നത്. 2001 ഫെബ്രുവരിയിൽ എന്നെ മ്യൂസിയം ഡയറക്ടറായിട്ട് ഇവിടെ നിയമിച്ച സമയത്ത് ഇവിടെ മ്യൂസിയമില്ല, മ്യൂസിയം ഉണ്ടാക്കാനുള്ള സ്ഥലം പോലും വ്യക്തമാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ മാർ ലൂയിസ് ബുക്ക് സെൻറ്ററിൻ്റെ പുറകിലുണ്ടായിരുന്ന മാർ ലൂയിസ് പ്രസ് അക്കാലത്ത് പ്രവർത്തനം നിലച്ചിരുന്നതിനാലും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നതിനാലും ആ കെട്ടിടം ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മ്യൂസിയമായിട്ട് കൺവെർട്ട് ചെയ്യാം എന്ന തീരുമാനത്തിലാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്ന കെട്ടിടവും അതിനോട് ചേർന്ന് ഒരല്പം നീട്ടിപ്പണിതും അങ്ങനെ 2003 ഒക്ടോബറിൽ മ്യൂസിയം തയ്യാറാക്കി. മ്യൂസിയത്തിനുള്ള സ്ഥലവും അതിനുള്ള എറണാകുളം അതിരൂപതയുടെ ആസ്ഥാനത്തുണ്ടായിരുന്ന പുരാതനമായ പല വസ്തുക്കളും എടുത്തു വെച്ചുകൊണ്ടാണ് ആ മ്യൂസിയത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം ദീർഘമായ 23 വർഷക്കാലം ഞാൻ എവിടെ നിന്നെല്ലാം പഴയ സാധനങ്ങൾ, പ്രത്യേകിച്ച് പള്ളികളുമായിട്ട് കേന്ദ്രീകരിച്ച് ക്രിസ്തീയ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം ശേഖരിക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചത്. അതിരൂപതയിലെ പുരാതന ദേവാലയങ്ങൾ, പിന്നെ പുരാതന തറവാടുകൾ, പിന്നെ ആർട്ടിഫാക്ട്സുകൾ, ഈ പുരാവസ്തുക്കളെല്ലാം വിൽക്കുന്ന കടകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി ഇറങ്ങി നടന്ന് ഒരുപാട് വസ്തുക്കൾ പണം കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വന്നു. വേറെ ഒരുപാട് വസ്തുക്കൾ പണം കൊടുക്കാതെ തന്നെ പലരും ഡൊണേറ്റ് ചെയ്തായിരുന്നു മ്യൂസിയത്തിൽ അവരുടെ പേരെഴുതി വെച്ച് സൂക്ഷിക്കണം എന്ന കണ്ടീഷനിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് കാത്തലിക് ആർട്ട് മ്യൂസിയം. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആർട്ട് വർക്കുകൾ മാത്രമല്ല, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട, ക്രിസ്തീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പലതുമാണ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുക. ഈ മ്യൂസിയത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളിൽ ബഹുഭൂരിപക്ഷവും 100 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വസ്തുക്കളാണെന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. ചിലതെല്ലാം 100 വർഷത്തോളം പഴക്കമുള്ളവയാണ്. ചുരുക്കം ചില സാധനങ്ങൾ മാത്രമാണ് 100-ൽ താഴെ വർഷം പഴക്കമുള്ളതുള്ളൂ. എല്ലാ വസ്തുക്കളുടെയും പഴക്കം കൃത്യമായിട്ട് നിർണ്ണയിക്കുക സാധ്യമല്ല. ആർക്കിയോളജിക്കാർ ചെയ്യുന്നത് പോലെ പുരാവസ്തുക്കളെ കാർബൺ ടെസ്റ്റ് നടത്തി നമുക്ക് അതിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാലും ഈ വസ്തുക്കളെല്ലാം കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കിയിട്ടല്ല, മറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് സൂക്ഷിച്ചിരുന്നവർ പറഞ്ഞു തന്നിട്ടുള്ള ചില അടയാളങ്ങളുടെയും ചില സൂചനകളുടെയൊക്കെ വെളിച്ചത്തിലാണ് അതിൻ്റെ പഴക്കം നമ്മൾ തീരുമാനിച്ചിരിക്കുക. ഏതായാലും ഈ പഴയ വസ്തുക്കളിൽ നല്ലൊരു ശതമാനവും ഇന്ന് പലരെയും ആകർഷിക്കുന്ന വസ്തുക്കളായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് ഒരു മ്യൂസിയത്തിനുമുള്ള വസ്തുക്കളും അതിൽ തന്നെ
യുണീക്കാണ്. നമുക്കൊരുപോലെ എന്ന് തോന്നുന്ന പല സാധനങ്ങളും കണ്ടെത്തിയേക്കാം, പക്ഷേ അത് എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. മാത്രമല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ് ഏതൊരു മ്യൂസിയത്തിലുമുള്ള സാധനങ്ങൾ എന്ന് ഞാൻ പറയും. കാരണം വരും തലമുറയോട് പഴയ തലമുറയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു പ്രസ്താവനയായിട്ട് അവർ തള്ളിക്കളയാതിരിക്കണമെങ്കിൽ കൃത്യമായ അടയാളങ്ങളിലൂടെ അല്ലെങ്കിൽ തെളിവുകളിലൂടെ അത് സ്ഥാപിച്ചു കൊടുക്കണം. മ്യൂസിയങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. പഴയ തലമുറ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഉപയോഗിച്ചിരുന്ന ആർട്ടിഫാക്ട്സുകളെല്ലാം തന്നെയും ഒരു സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു മ്യൂസിയത്തിൽ ചെന്നാലും ആ മ്യൂസിയത്തിൽ കാണുന്ന വസ്തുക്കളെ വില കുറച്ച് കാണാൻ പാടില്ല എന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ചരിത്രം പറയാനുണ്ട്. ആ ആർട്ടിഫാക്റ്റിന് അല്ലെങ്കിൽ ആ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുവിന് ഒരു ചരിത്രം പറയാനുണ്ടാകും, ഒരു കഥ പറയാനുണ്ടാകും. ആ ചരിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റേതാകാം, ചിലപ്പോൾ ഒരു വ്യക്തിയുടേതാകാം, ചിലപ്പോൾ അതിനൊക്കപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ മുഴുവനും കഥയായിരിക്കാം പറയാനുണ്ടാകുക. അപ്പം അതുകൊണ്ട് എഴുതപ്പെട്ട രേഖകളുടെ അഭാവത്തിൽ ഈ പറയുന്ന ആർട്ടിഫാക്ട്സുകളെല്ലാം തന്നെയും ഒരു റെക്കോർഡായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫാക്ട്സുകളെല്ലാം ഇന്ന് പലപ്പോഴും ഗവേഷണ വിഷയങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാത്തലിക് ആർട്ട് മ്യൂസിയത്തിനകത്തുള്ള പല ഒബ്ജക്ട്സും ഇതുപോലെ ഗവേഷണത്തിന് വിധേയമായിട്ടുള്ളവയാണ്. ഇവിടെ സൂക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ഒരു യുണീക്ക്നെസ്, ഒരു അനന്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് പലരും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും, പ്രത്യേകിച്ച് വിദേശീയരായിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള സാധനങ്ങളോട് കൂടുതൽ ഫാസിനേഷൻ കാണിക്കുക, താല്പര്യം കാണിക്കുക. അവർ ഇവിടെ പലപ്പോഴും വരുന്നത് ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും. എവിടെ നിന്ന് കേട്ടുള്ള അറിവ് വെച്ചും കൊണ്ട് അവർ ആ വസ്തുവിനെ നേരിട്ട് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ. ഇവിടെ ഉള്ള ഒരു കൊച്ചുദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാത്തലിക് ആർട്ട് മ്യൂസിയത്തിനകത്തുള്ള വെസ്റ്റ്മെൻസിനെ കുറിച്ച് മാത്രം, അതായത് ആ വെസ്റ്റ്മെൻസിനെ കുറിച്ച് മാത്രമല്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വെസ്റ്റ്മെൻസ്, അതും 19-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടത്തിലെ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ചർച്ച് വെസ്റ്റ്മെൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു PhD ചെയ്യുന്ന, ഗവേഷണം ചെയ്യുന്ന ഒരു ലേഡി ഒരിക്കൽ ഇവിടെ വന്നു. അവർ പറഞ്ഞത് അവർ പള്ളികളിൽ ഉപയോഗിച്ചിരുന്ന വെസ്റ്റ്മെൻസിലെ എംബ്രോയിഡറി കുറിച്ചാണ് അവരുടെ റിസർച്ച് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ആ എംബ്രോയിഡറി വർക്കുകളുടെ പ്രത്യേകത അതെല്ലാം കൈകൊണ്ട് തുന്നിയെടുക്കുന്ന എംബ്രോയിഡറികളായിരുന്നു. അതിനകത്ത് എപ്പോഴും വെറൈറ്റി ഉണ്ടായിരുന്നു. ഒരേപോലെ മെഷീൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൈത്തുന്നലാകുമ്പോൾ അതിനകത്ത് ഒരുപാട് വെറൈറ്റികൾ കാണും. ഒരേ പുഷ്പത്തിൽ തന്നെ ഒരേ മോഡലിലുള്ള പുഷ്പമാണെങ്കിൽ പോലും അതിനകത്ത് തന്നെ ഒരു വെറൈറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ഗവേഷണ വിഷയമായിട്ട് പഠിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ ഓരോ സാധനങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട്, ചിലപ്പോൾ ഇതിനകത്തുള്ള പെയിൻറ്റിങ്സുകളെക്കുറിച്ച് പഠിക്കാനായിട്ടായിരിക്കും വരുന്നത്. പെയിൻറ്റിങ്ങുകളുടെ പ്രത്യേകത, വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പെയിൻറ്റിങ്ങുകൾ ഇവിടെ കാണും, സ്വദേശത്തുള്ള പെയിൻറ്റിങ്ങുകൾ കാണും. അപ്പോൾ പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് പഠിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പെയിൻറ്റിങ്ങുകൾ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില മ്യൂസിയങ്ങൾ പെയിൻറ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള മ്യൂസിയങ്ങളുണ്ട്. അവിടെ ഒരുപാട് റിസർച്ച് സ്റ്റുഡൻസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഏതൊരു മ്യൂസിയവും അതിനകത്ത് സൂക്ഷിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെയും വരും തലമുറയ്ക്ക് പഴയ തലമുറയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയും പള്ളികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിലോ തറവാടുകളിലോ ഒക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതും പുറം ലോകം അറിയാത്തതുമായ വസ്തുക്കളെ, അല്ലെങ്കിൽ പുറം ലോകത്തിന് ആക്സസ് ഇല്ലാത്ത സാധനങ്ങൾ മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ മ്യൂസിയത്തിനകത്ത് തീർച്ചയായിട്ടും അത് ആരാണ് ഡൊണേറ്റ് ചെയ്തത് എന്ന് അതിനകത്ത് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ചരിത്രം അവിടെ എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അത് ഗവേഷണ വിഷയമാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരു വേള ഒരു സമൂഹത്തിൻ്റെ തന്നെ ചരിത്രം, ചുരുക്കത്തിൽ ഒരു നാടിൻ്റെ ചരിത്രം പോലും അതിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വസ്തുവിൻ്റെ ഉറവിടവും
അതിൻ്റെ പശ്ചാത്തലങ്ങളും വ്യക്തമായിട്ട് അറിയാനും കണ്ടെത്താനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാടിൻ്റെ ചരിത്രം തന്നെ രൂപപ്പെടുത്താനായിട്ട് ആ ഒരു ഒബ്ജക്റ്റിന് സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെയും വളരെ പ്രധാനപ്പെട്ടവയും വിലപ്പെട്ടവയുമാണ്. അവയുടെ വില നിർണ്ണയിക്കുന്നത് വസ്തുവിൻ്റെ വില എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സംസ്കാരത്തിൻ്റെ, ഒരു കലയുടെ, ഒരു സമൂഹത്തിൻ്റെ അവതരണം എന്ന രീതിയിൽ, അതായത് റെക്കോർഡ് എന്ന രീതിയിൽ അതിനെ വിലയിരുത്തുമ്പോഴാണ് അതിൻ്റെ വില നിർണ്ണയിക്കാനായിട്ട് സാധ്യമല്ല എന്ന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുക.